റീസെൻ്റ്ലി മാർക്കറ്റിൽ വന്ന കറക്ഷൻ പല സ്റ്റോക്കുകളെയും അവയുടെ സപ്പോർട്ട് പ്രൈസിലേക്ക് എത്തിച്ചു. റെയിൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഇപ്പോഴും ഓൾ ടൈം ഹൈയിൽ നിന്നും 40% ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. റെയിൽ ഇൻഫ്രാസ്ട്രക്ചറിലെ ഒരു പ്രമുഖ കമ്പനിയായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് അല്ലെങ്കിൽ RVNL 52 വീക്ക് ഹൈ ആയ 622 നിന്നും 35% ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു. IRCTC അതിൻ്റെ 52 വീക്ക് ഹൈ ആയ 1138 നിന്നും 30%, IRFC 52 വീക്ക് ഹൈ ആയ 229 നിന്നും 40% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. റെയിൽ സെക്ടറിലെ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മോശമല്ലായിരുന്നു. പല കമ്പനികളും ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. എന്നിട്ടും റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് വന്നതിന് പിന്നിലെ പ്രധാന കാരണം 2023-24 വർഷത്തിൽ ഗവൺമെൻറ് അനുവദിച്ച റെയിൽ ബഡ്ജറ്റിന് പ്രൊപ്പോർഷണലായ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു റെയിൽ ബഡ്ജറ്റ് കഴിഞ്ഞ പ്രാവശ്യം ലഭിക്കാത്തത് കൊണ്ടാണ്. ഇത് പല റെയിൽ കമ്പനികളുടെയും കാപ്പെക്സിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റാണ് റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഹയർ സൈഡിൽ നിന്നും കറക്റ്റ് ആയതിന് പിന്നിലെ പ്രധാന കാരണം. കൂടാതെ മാർക്കറ്റിൽ വന്ന വീക്ക് സെൻറ്റിമെൻറ്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹെവി സെല്ലിങ്ങും PSU സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങും റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഇടിയുന്നതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇനി മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിയുന്നതോടുകൂടി റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ വീണ്ടും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. കാരണം റെയിൽ സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി കവച് എന്ന സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തുവരും. മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുക്കുക. അതിനനുസരിച്ച് റെയിൽ സെക്ടറിലെ കമ്പനികൾ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. റെയിൽടെൽ, RVNL തുടങ്ങിയ കമ്പനികൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കവച് എന്ന സിസ്റ്റത്തിൻ്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറിയായി പ്രവർത്തിക്കും. ഇതോടൊപ്പം തന്നെ മറ്റുള്ള റെയിൽവേ സ്റ്റോക്കുകളായ IRCTC, IRFC തുടങ്ങിയ സ്റ്റോക്കുകൾക്കും കവച് എന്ന സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റുകൾ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെ വരും ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ റെയിൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഓൾ ടൈം ഹൈയിൽ നിന്നും മികച്ച ഡിസ്കൗണ്ടിൽ സപ്പോർട്ട് പ്രൈസിനടുത്ത് ലഭിക്കുകയും ചെയ്യുന്നു. ഹെൻസെക്സ് എന്ന സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q2 റെയിൽ സെക്ടറിലെ കമ്പനികൾ ഡീസൻറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതേസമയം റെയിൽ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇതുവരെയും ഒരു തീരുമാനം എടുക്കാത്തതാണ് ഒട്ടുമിക്ക റെയിൽ സെക്ടറിലെ കമ്പനികളും അണ്ടർ പെർഫോം ചെയ്യുന്നതിന് പിന്നിലെ കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. IRFC എന്ന സ്റ്റോക്കിനെ വരും ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. IRFCയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ് IRFC F&O സെഗ്മെൻറ്റിലേക്ക് കൂടി IRFC എന്ന സ്റ്റോക്ക് ഇനി മുതൽ F&O സെഗ്മെൻറ്റിലേക്ക് കൂടി കാണാൻ സാധിക്കും. സൊമാറ്റോ, NHPC, BSE, HUDCO, IRFC, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, പേടിഎം, യെസ് ബാങ്ക്, അദാനി ഗ്രീൻ, അവന്യൂ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ കമ്പനികളാണ് നവംബർ 29 മുതൽ F&O സെഗ്മെൻറ്റിലേക്ക് കൂടി വരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലും വരും ട്രേഡിംഗ് സെഷനിൽ IRFC എന്ന സ്റ്റോക്കിൽ വോളറ്റിലിറ്റി അല്ലെങ്കിൽ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. റെയിൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും സപ്പോർട്ട് പ്രൈസിനടുത്ത് ലഭിക്കുന്നു. IRCTCയെ സംബന്ധിച്ചിടത്തോളം 800 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. സ്റ്റോക്ക് 800-അടുത്ത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ആൾറെഡി സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലാണ്. ട്രെൻഡ് റിവേഴ്സലുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. അതേസമയം റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെ സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെവലുകൾ പരിഗണിക്കാവുന്നതാണ്. 800 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 700 ആയിരിക്കും അടുത്ത പ്രധാന സപ്പോർട്ടായി IRCTCയിൽ പ്രവർത്തിക്കുക. 900, 950 തുടങ്ങിയവ IRCTCയുടെ റെസിസ്റ്റൻസ് ആണ്. രണ്ടാമത്തേത് IRFC 139-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. IRFCയും ബിയറിഷ് ട്രെൻഡിലാണ്. 130 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ 130 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 120, 115 തുടങ്ങിയ സോണിലേക്ക് സ്റ്റോക്ക് ഇടിയാനുള്ള പോസിബിലിറ്റിയുമുണ്ട്. ഇവിടെ 200, 250 തുടങ്ങിയവയാണ് 200, 210 തുടങ്ങിയവയാണ് IRFCയുടെ പ്രധാന റെസിസ്റ്റൻസ്. RVNL എന്ന സ്റ്റോക്കും ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. 400 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടും 380 സ്ട്രോങ് സപ്പോർട്ടുമാണ്. 380-അടുത്തും സ്റ്റാഗേർഡ് മാനറിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാം. 380 എന്ന സപ്പോർട്ട് നഷ്ടമായി കഴിഞ്ഞാൽ സ്റ്റോക്ക് ചിലപ്പോൾ 300, 280 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്.
അതോടൊപ്പം തന്നെ റൈറ്റ്സ് എന്ന സ്റ്റോക്കും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. റൈറ്റ്സ് 400 രൂപയിൽ നിന്നും ഡിസ്കൗണ്ടിൽ 272 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 250 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേറ്റ് ചെയ്യുന്നവർക്ക് റൈറ്റ്സ് എന്ന സ്റ്റോക്കിൻ്റെ ലെവലുകളും പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്